കുറച്ച് ക്ലാസ്സുകളായി ഡിസ്കസ് ചെയ്തിരിക്കുന്നത് ഡി സി ടു ഡി സി കൺവേർട്ടറാണ്. So in the last few classes we were discussing about buck converter and then boost converter. Buck converter, the voltage, the output voltage was less than the input voltage, and in the case of boost converter the output voltage was greater than the input voltage. So that is the difference. And also we have discussed waveforms and the circuit diagrams of all these converters and output expressions of this converter. So in today's class, we are going to discuss about buck boost converter. So buck boost converter is a combination of buck converter and boost converter. So again, the application of step down or step up, that is other name of buck boost converter, is in regulated DC power supply. This regulated DC power supply ആണ് ഇത് യൂസ് ചെയ്യുന്നത്. Where a negative polarity output may be desired with respect to the common terminal of the input voltage, and the output voltage can either be higher or lower than the input voltage. So in this case, the output voltage is negative. So it is not like the previous two cases. The output voltage is negative with respect to common terminal. And one more difference is there is the output voltage can be can be of a higher magnitude or can be of lower magnitude. അല്ലേ? അപ്പോൾ നമ്മൾ ഈ ഒരു ബക്ക് ബൂസ്റ്റ് കൺവേർട്ടറിന്റെ കേസിൽ ഇതുവരെ പഠിച്ച കൺവേർട്ടറുമായിട്ട് രണ്ട് ഡിഫറൻസ് ആണുള്ളത്. ഫസ്റ്റ് ഡിഫറൻസ് ഇസ് ഔട്ട്പുട്ട് ഈസ് ഓഫ് നെഗറ്റീവ് പൊളാരിറ്റി, എന്താ പറയുക, നെഗറ്റീവ് വോൾട്ടേജ്. സോ എന്താ പറയുക, സാധാരണ നമ്മൾ ബക്ക് കൺവേർട്ടറിന്റെയും ബൂസ്റ്റ് കൺവേർട്ടറിന്റെ കേസിൽ ഔട്ട്പുട്ട് നമ്മൾ പോസിറ്റീവ് നെഗറ്റീവ് കോമൺ ടെർമിനലിനെ വെച്ച് നോക്കുമ്പോൾ പോസിറ്റീവ് വോൾട്ടേജ് ആണ് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ ബക്ക് ബൂസ്റ്റ് കൺവേർട്ടറിൽ കോമൺ ടെർമിനലിനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്നത് നെഗറ്റീവ് polarity ആണ്. And one more thing is the magnitude of output voltage is can be higher or lower than the input voltage. Input voltageനേക്കാളും കൂടുതലോ കുറവോ ആവാം ഔട്ട്പുട്ട് വോൾട്ടേജ്. ഇങ്ങനെ ബക്കിലെ പോലെ കുറവ് മാത്രമെന്നോ അല്ലെങ്കിൽ ബൂസ്റ്റിലെ പോലെ കൂടുതലാണോ എന്ന് മാത്രം പറയുന്നില്ല. ഇത് കുറവാവാം കൂടുതലാവും, ഡിപ്പെൻസ് ഓൺ ദ ഡ്യൂട്ടി റേഷ്യോ. ഡ്യൂട്ടി റേഷ്യോനനുസരിച്ച് കൂടുതലും കുറവും ആവും. So it is a combination of both the converters, buck converter and boost converter, or step down converter and step up converter. So buck boost converter പറ്റി നമുക്ക് ഇത്രയാണ് പറയാനുള്ളത്. ഒന്നെന്ന് പറയുന്നത് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, അത് ഡി സി പവർ സപ്ലൈയിൽ യൂസ് ചെയ്യുന്നതാണ്. എല്ലാ കൺവേർട്ടറും ഡി സി പവർ സപ്ലൈയിൽ യൂസ് ചെയ്യുന്നതാണ്. അങ്ങനെയാണ് നമ്മൾ പഠിച്ചത്, ഡി സി ടു ഡി സി കൺവേർട്ടർ. അതുപോലെ രണ്ടാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇതിന്റെ ഔട്ട്പുട്ട് എപ്പോഴും നെഗറ്റീവ് പൊളാരിറ്റിയാണ്. അതായത് കോമൺ ടെർമിനലിൽ വെച്ച് നോക്കുമ്പോൾ നെഗറ്റീവ് പൊളാരിറ്റിയാണ് കിട്ടുക. പക്ഷെ ബാക്കി രണ്ട് കൺവേർട്ടറിലും അങ്ങനെ ആയിരുന്നില്ല. ഫോർ എക്സാമ്പിൾ, നമുക്കിപ്പോൾ ഓപ്പാമ്പിന്റെ ഒക്കെ എക്സ്പെരിമെന്റ് നിങ്ങൾ ലാബിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം, ചില എക്സ്പെരിമെന്റിന് നമുക്ക് +15, 0, -15 അങ്ങനെ ഒരു ഓർഡറിലെ സപ്ലൈ വേണ്ട വരും, അല്ലെ? 0, +15, 0, -15. അപ്പോൾ +15 വോൾട്ടേജ് കൊടുക്കുന്നു, കോമൺ ടെർമിനലിൽ കൊടുക്കുന്നു. അതുപോലെ -15 എന്ന് പറയുന്ന ഒരു വോൾട്ടേജ് ഉണ്ട്. അപ്പൊ ആ -15 എന്ന് പറയുന്നത് ഇതേപോലത്തെ ബക്ക് ബൂസ്റ്റ് കൺവേർട്ടറൊക്കെ വെച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ ഒരു വോൾട്ടേജിന്റെ ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് പറയുന്നത് വെച്ചാൽ നമുക്ക് രണ്ട് കേസ് ഉണ്ട്. ബക്കിന്റെ കേസിൽ നമ്മൾ പഠിച്ചത് ഒന്നെങ്കിൽ കുറവ് വോൾട്ടേജ് മാത്രം, അല്ലെങ്കിൽ ബൂസ്റ്റിന്റെ കേസിൽ ഇൻപുട്ട് വോൾട്ടേജിനേക്കാളും കൂടുതൽ വോൾട്ടേജ് മാത്രം. അങ്ങനെയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇൻ ദ കേസ് ഓഫ് ബക്ക് ബൂസ്റ്റ് കൺവേർട്ടർ, voltage can be either higher or lower than the input voltage. It is completely depends on D, that is duty cycle. Okay, so and it is a combination of both buck converter and boost converter. Again, look into this diagram. So again, confusing thing is all components are same. We have one switch and we have another one diode, then inductor, capacitor and a load resistor. So this was same. The number of components and the types of components were same for all these three diagrams. ഈ 3 ഡയഗ്രം എടുത്താലും എന്താണ്, ഇതില് കോമ്പോണന്റിന്റെ നമ്പറും സെയിം ആണ്, കോമ്പോണന്റ് ടൈപ്പ് സെയിം ആണ്. ഓൺലി ദ ഡിഫറൻസ് ഈസ് ഹൗ ദിസ് ഈസ് അറേഞ്ച്ഡ് ഇൻ ദ പർട്ടിക്കുലർ സർക്യൂട്ട്. ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ, ഈ കോമ്പോണൻസ് എങ്ങനെയാണ് ഈ സർക്യൂട്ടിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്നുള്ളതിൽ ഡിഫറൻസ് ആണ് ഉള്ളത്.
So in this, the input voltage applied directly to the switch, and then we have an inductor. Here you note this, note the direction of diode, it is opposite. And then we have a capacitor and a load resistor. So this was the pattern. ഇത് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ്. നിങ്ങൾ ഓരോ ഡയഗ്രത്തിൻ്റെയും വർക്കിംഗ് നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചിട്ടില്ലെങ്കിൽ, ഈ സർക്യൂട്ട് വരച്ച് ബൈഹാർട്ട് പഠിക്കാനാണെങ്കിൽ നിങ്ങൾക്ക് ഇത് മാറിപ്പോകും, അത് ഉറപ്പാണ്. സ്വിച്ച് എവിടെയാണ് വെക്കേണ്ടത്, ഇൻഡക്ടർ എവിടെയാണ് വെക്കേണ്ടത്. അതിന് മുന്നേ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഓരോന്നും എങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്ന് പഠിച്ചിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഈസിയായി, ഇത് ഡയഗ്രാം പഠിക്കേണ്ട ആവശ്യമില്ല. ആ വർക്കിങ്ങിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഡയഗ്രാം വരക്കാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്കത് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന പണിയാണ്. അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഇപ്പം ഇതാണ് ഇതിൻ്റെ അറേഞ്ച്മെന്റ്. നൗ ആരാ പറഞ്ഞു തരാം? ഗോപിക സ്വിച്ച് ഓൺ ആക്കും മൈക്കിൻ്റെ. ഗോപിക, മൈക്ക് പ്രോബ്ലം ആണല്ലേ. സനില, ഓക്കെ. ഞാൻ ഈ സർക്യൂട്ട് നിങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ, നിങ്ങളാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നമ്മൾ പഠിച്ച അതേപോലെ പാറ്റേൺ തന്നെയാണ് പറയേണ്ടത്. വാട്ട് വിൽ ഹാപ്പൻ വെൻ ദ സ്വിച്ച് ഈസ് ഓൺ? When the switch is on, what will happen? Inductor charge ചെയ്യും. So inductor charges like this, and what will happen to diode? Diode reverse biasലായിരിക്കും. Okay, since this terminal is positive and this is negative, so diode is in reverse bias condition. And what will happen to capacitor? Capacitor charging across the load. Charging ആണോ ഡിസ്ചാർജിങ് ആണോ? Discharging. ഓക്കെ. കപ്പാസിറ്റർ എന്ന് പറയുന്നത്, കപ്പാസിറ്ററിലേക്ക് ചാർജ് വരേണ്ടത് ഇൻപുട്ട് എന്നാണ് അല്ലേ. അപ്പോൾ അത് ഇങ്ങനെ വരന്നിട്ടാണ് കപ്പാസിറ്റർ ചാർജ് ആവുക. പക്ഷേ ഈ ഡയോഡ് ഓപ്പൺ ആയതുകൊണ്ട്, റിവേഴ്സ് ബയാസ്ഡ് കപ്പാസിറ്റർ ചാർജ് ചെയ്യില്ല. കപ്പാസിറ്റർ എന്താ ചെയ്യുക, ഈ ലോഡിലേക്ക് ഡിസ്ചാർജ് ചെയ്യുക. ക്ലിയർ ആയില്ലേ? So now you look at this diagram. So this was what we were telling. The switch is closed and the current flows like this, and diode is in reverse bias condition, so there is no current flow, and the capacitor discharges to the load. Okay, ആ ഒരു കേസിൽ ക്ലിയർ അല്ലേ? ഇനി when the explanation നോക്കാം. When the switch is on, the inductor charges by input supply, so inductor will charge, and the diode is in reverse biased condition, so diode is in reverse biased condition, and the load is supplied by the capacitor. The energy to the load is supplied by the capacitor. So എനിക്ക് തോന്നുന്നു അത്രയും ക്ലിയർ ആയി അല്ലേ? അത് ഒന്നും കൂടെ പറഞ്ഞു നോക്കാം. When the switch is on, so this is closed, inductor will charge. How it will charge? The current flows like this, and the diode, since this terminal is positive and this is negative, so the diode is in reverse bias, so it will not conduct. So there is no current flow from this part to the other part, and capacitor now discharges and it will discharge through the load. So that is what this diagram അല്ലേ. ഡയോഡ് കണ്ടക്ട് ചെയ്യുന്നില്ല, അപ്പോൾ അവിടെ ബ്രേക്ക് ചെയ്തു. ഇൻപുട്ട് സെക്ഷൻ വേറെ സെപ്പറേറ്റ് ആയിട്ടാണ് ഇപ്പം നിൽക്കുന്നത്. ഇൻഡക്ടർ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇവിടെ കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നു. സോ ദിസ് ഈസ് വാട്ട് will happen when the switch is on. Now tell me, when the switch is off, അഭിജിത്തിന് പറയാൻ പറ്റുമോ? when the switch is off, after switching on, I am switching off the switch. Now there is no connection between these two terminals. Inductor polarity reverse ചെയ്യും.
Oh, so okay. Initially, the inductor was charged like this, plus and minus. So it will reverse the polarity, minus and plus. അപ്പം ഡയോഡ് ഫോർവേഡ് ബയസ് ആയിരിക്കും. Okay, diode is in forward bias condition. കപ്പാസിറ്റർ ചാർജ് ചെയ്യും. കപ്പാസിറ്റർ ചാർജ് ചെയ്യും. എങ്ങനെ ചാർജ് ചെയ്യുക? ഇത് നെഗറ്റീവും ഇത് പോസിറ്റീവും ആയിട്ടാണ് ചാർജ് ചെയ്യുക അല്ലേ? And whatever available in the output polarity is like this, plus, minus and plus. Okay, clear alle? So I will explain one more time. The inductor was charged like polarity plus and minus like this, and so when the switch is open, it will start to discharge. How it will discharge? This terminal is negative and this is positive, just opposite of charging cycle. So when this is negative with respect to this terminal, so the diode becomes forward bias because this is negative and this is positive. So it will charge like this capacitor, it will discharge like inductor will discharge like this, and it will charge the capacitor, and also some part of the current will be given to the load. So the polarity at this point is negative. So as I said, this is negative with respect to the common terminal. So you will be getting a negative output always across the output terminal of buck boost converter. എപ്പോഴും ബക്ക് ബൂസ്റ്റ് കൺവേർട്ടറിന്റെ ഔട്ട്പുട്ട് നെഗറ്റീവ് ആയിരിക്കും അല്ലെ. ഇത് ഇനിയിപ്പം നിങ്ങൾ നേരെ തിരിച്ച് ഫസ്റ്റ് സൈക്കിളിലേക്ക് വന്നു കഴിഞ്ഞാലും കപ്പാസിറ്റർ ചാർജ് ആവുന്നത് മൈനസ് പ്ലസ് എന്നുള്ള രീതിയിലാണ്. കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യുമ്പോഴും അതേ പൊളാരിറ്റി തന്നെയാണ് കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യുക. സോ അക്രോസ് ദ ഔട്ട്പുട്ട് ടെർമിനൽ you will get always negative, and this is a common voltage or zero voltage, or you can write plus. Now it is zero voltage if you give supply like that. So when the switch is off, you can see that the switch is off, no connection between supply input and inductor or the remaining part of the circuit. It is broken here. So the inductor charges like this. This is actually negative, and this side it is positive. So the diode is in forward bias, so current flows through the diode. Here we have a diode. Since it is forward bias, we are not showing that one. We are assuming that it is in the ideal condition. ഈ 0.7 എന്ന് പറയുന്ന ഡ്രോപ്പ് സിലിക്കൺ ഡയോഡിന്റെ കേസിൽ ഉണ്ടാകുന്ന 0.7 എന്ന് പറയുന്ന ഡ്രോപ്പ് അവിടെ ഇല്ല. ഐഡിയൽ കണ്ടീഷനിലാണ് നമ്മൾ ഈ സർക്യൂട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പോയിന്റ് ആണ്. ഈ ഐഡിയൽ കണ്ടീഷൻ അസ്യൂം ചെയ്തിട്ടാണ് നമ്മൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ ദർ ഇസ് നോ ഡ്രോപ്പ് അക്രോസ് ദിസ് ഡയോഡ്. സോ വാട്ട് ഐ ക്യാൻ ഡു ഇസ് ഐ ക്യാൻ ഡ്രോ എ കണക്ഷൻ ലൈക്ക് ദിസ്. അല്ലെ, ഡയോഡ് സാധാരണ റിയൽ ടൈം ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനിൽ ഡയോഡിന്റെ ഒരു 0.7 വോൾട്ടേജ് ഡ്രോപ്പ് ഇവിടെ ഉണ്ടാവേണ്ടതാണ്. പക്ഷെ ഇവിടെ നമ്മൾ ഐഡിയൽ കണ്ടീഷനാണ്. ഐഡിയൽ കണ്ടീഷനിൽ ഒരു ഡയോഡ് ഓൺ ആയി കഴിഞ്ഞാൽ അവിടെ ഡ്രോപ്പ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ വരക്കാൻ പറ്റും. സോ സിൻസ് ദിസ് ഈസ് നെഗറ്റീവ്, ഡയോഡ് കണ്ടക്ട്സ് ആൻഡ് ഇറ്റ് ചാർജസ് കപ്പാസിറ്റർ, ആൻഡ് ഓൾസോ സം പാർട്ട് ഓഫ് ദ കറന്റ് വിൽ ഗോ ടു ദ ലോഡ് റെസിസ്റ്റർ. So that is how the buck boost converter works. So if you go for this explanation, inductor discharge by changing its polarity, then diode is in forward bias condition, and a negative voltage comes across the load and capacitor. So that is how this was working. എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് ആർക്കെങ്കിലും ഈ സർക്യൂട്ടിന്റെ വർക്കിങ്ങിൽ? ഒന്ന് ചാറ്റ് ബോക്സിൽ പറയൂ. any clarification needed, എന്തെങ്കിലും ഡിസ്കസ് ചെയ്യണോ? ഓക്കെ, അപ്പം ഇതിൽ so whenever they are asking such questions, explain the working of buck converter, explain the working of boost converter, explain the working of buck boost converter, it is very important to draw the circuit diagram. സർക്യൂട്ട് ഡയഗ്രാം കറക്റ്റ് ആയിരിക്കണം. ഇവിടെ കൺഫ്യൂഷൻ ഉണ്ടാകുന്നത് സെയിം കോമ്പണൻ്റ് ആയതുകൊണ്ട് ഓരോ കോമ്പണൻറ്റും എവിടെയാണ് പ്ലേസ് ചെയ്യേണ്ടത് എന്ന കൺഫ്യൂഷൻ വരും. സോ അത് നിങ്ങൾ നല്ലോണം ഹോംവർക്ക് ചെയ്ത് നോക്കണം. ഇപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നെഗറ്റീവ് വോൾട്ടേജ് എന്ന് നിങ്ങൾക്കറിയാം. സോ ഈ ഒരു ഇൻഡക്ടറിൻ്റെ പൊസിഷൻ അത് വെച്ച് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും.
ജസ്റ്റ് സപ്ലൈ ആദ്യം പോസിറ്റീവും നെഗറ്റീവായി ചാർജ് ചെയ്താലേ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ നെഗറ്റീവും പോസിറ്റീവായി ഡിസ്ചാർജ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ നെഗറ്റീവായി ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് ഡയോഡ് റിവേഴ്സ് ബയാസിൽ ഉണ്ടായാൽ മാത്രമേ അത് കണ്ടക്ട് ചെയ്യും. ഇതൊക്കെ നമ്മൾ എന്താ പറയുക, നമ്മളെ ഐഡിയ ആണ്. അതേപോലെ ബൂസ്റ്റ് കൺവേർട്ടറിന്റെ ഡയഗ്രം അറിയുമ്പോൾ നമുക്ക് ഡയഗ്രത്തിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കാണ്ടിരിക്കാനുള്ള ഒരു ചാൻസ് എന്ന് പറയുന്നത്, നമുക്കറിയാം ബൂസ്റ്റ് കൺവേർട്ടറിൽ ഔട്ട്പുട്ട് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഇൻപുട്ട്. സോ ഇൻപുട്ടിന്റെ കൂടെ എന്തെങ്കിലും ആഡ് ചെയ്താൽ മാത്രമേ എന്താ പറയുക ഔട്ട്പുട്ട് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഇൻപുട്ട് എന്ന് പറയുന്ന കണ്ടീഷനിൽ വരും. അപ്പം ഇൻഡക്ടറിന്റെ വോൾട്ടേജ് കൂടെ ഇൻപുട്ടിന്റെ കൂടെ ആഡ് ചെയ്യണം. അപ്പൊ അത് സീരീസ് ആയിട്ട് വരും. അവിടെ ഇൻഡക്ടർ ഏതാണ്ട് ഈ ഒരു പൊസിഷനിലാണ് വരിക. അപ്പൊ അത് ഫുൾ ഡയറക്റ്റ് ചാർജ് ചെയ്യേണ്ട സ്വിച്ച് ഇവിടെ വരും അല്ലെ. അപ്പം ബക്ക് ബൂസ്റ്റും ബൂസ്റ്റ് കൺവേർട്ടറും തമ്മിൽ നോക്കുമ്പോൾ ഈ സ്വിച്ചും എന്താ പറയുക ഈ ഇൻഡക്ടറും തമ്മിൽ ചേഞ്ച് ചെയ്യുക, ഈ ഡയോഡും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരക്കുക. ആ ഒരു ഡിഫറൻസേ വരുന്നുള്ളൂ. അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. സോ ഡയഗ്രാം ഈസ് മസ്റ്റ്. Then you should explain what will happen when the switch is on, when the switch is off, with the help of ഈ ചെറിയ ചെറിയ ഡയഗ്രാം വെച്ചിട്ട്, അതായത് സ്വിച്ച് ഓൺ ആക്കിയ ഇക്വലന്റ് ഡയഗ്രാം വെച്ചിട്ട് ഇങ്ങനെ ഡയോഡ് ഓപ്പൺ സർക്യൂട്ടഡ് ആയിട്ടും സ്വിച്ച് ക്ലോസ് ആയിട്ടും ഒക്കെ കാണിച്ചിട്ട് നിങ്ങളത് കാണിക്കണം. ആൻഡ് ഫൈനലി യു ഹാവ് ടു ഡ്രോ ദ വേവ് ഫോം. എല്ലാ കേസിലും ഈ 3 കാര്യങ്ങളും മസ്റ്റ് ആയിട്ട് ഉണ്ടാവും. Okay, in the case of waveform, we can go for waveform. The inductor current is always for all this converter, and for the converter what we are discussing in the future also, it is same. It will charge when the switch is on, it will discharge. Again it will charge, it will discharge. So that is how inductor current will be. It will be charging and discharging continuously. Now, tell me what will be the inductor voltage or voltage across the inductor. So ഇതൊക്കെ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ വെച്ചാൽ ഇത് ആദ്യം നമുക്ക് ഈ ഡയഗ്രത്തിൽ പോവുക അല്ലേ. ഓക്കെ, ഇങ്ങനെ ഡയഗ്രം എടുക്കുക. സോ വെൻ ദ സ്വിച്ച് ഈസ് ഓൺ, സ്വിച്ച് ഓൺ ആകുമ്പോൾ ഇൻഡക്ടറിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എന്താണ്? വളരെ ഈസിയാണ്. ഈ സ്വിച്ച് ഓൺ ആയി കഴിഞ്ഞാൽ ഇൻപുട്ടിന് പാരലൽ ആയിട്ടാണ് ഇൻഡക്ടർ വന്നിരിക്കുന്നത് അല്ലേ. ഇത് ഡയറക്റ്റ് ഇങ്ങനെ ഷോർട്ട് ചെയ്തിട്ടാണുള്ളത്. ഇൻഡക്ടറിന് പാരലൽ ആണ് നമ്മുടെ input supply. So voltage across inductor when the switch is on is nothing but Vs ആണ്. So directly you will get that one. So here it is given V0. Sorry, Vs is the voltage across inductor. And when the switch is that is for the interval when the switch is closed. And when the switch is open, what is the voltage across inductor? Again go back to the diagram. Now when the switch is open, so this is the case. So this is the case when the switch is open. So what is this? Is V0 actually. V0. Actually I told it is minus this side and this side it is plus. So what is the voltage across inductor? That is minus V0. So it is my V0 in the negative direction. Again, the third waveform is of diode current. So this is nothing but ID. ID means diode current. So when the diode will conduct, the initial condition, the diode was in reverse biased condition. The diode reverse biased condition. There is no current flow through the diode. അപ്പോൾ ഫസ്റ്റ് സ്വിച്ച് ഓൺ ആവുന്ന സമയത്ത് ഡയോഡിലൂടെ കറണ്ട് ഫ്ലോ ഇല്ല. സ്വിച്ച് ഓൺ ആവുന്ന സമയത്ത് ഡയോഡിലൂടെ കറണ്ട് ഫ്ലോ ഇല്ല. സോ വെൻ ദ സ്വിച്ച് ഈസ് ഓഫ്, കറണ്ട് ഫ്ലോസ്, ഇൻഡക്ടർ കറണ്ട് ആണ് ഫ്ലോ ചെയ്യുന്നത്. സോ അത് ഈസിയാണ്. എന്താ, സ്വിച്ച് ഓൺ ആവുന്ന സമയത്ത് കറണ്ട് ഫ്ലോ ഇല്ല. ആൻഡ് വെൻ ദ സ്വിച്ച് ഓൺ ആവുന്ന സമയത്ത് കറണ്ട് ഫ്ലോ ഇല്ല. വെൻ ദ സ്വിച്ച് ഈസ് ഓഫ്, യു ഹാവ് എ കറണ്ട് ഫ്ലോ. That is almost equal to the ഇൻഡക്ടർ കറണ്ട്. ഈ ഒരു പോർഷൻ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ വരക്കേണ്ടത്. ആൻഡ് ഫൈനലി വി ഹാവ് capacitor current. The capacitor was discharging. So this is like we don't know what is the load actually there. It is discharging. And then when the switch is open, some portion of inductor current will go to the capacitor and capacitor will charge, and some portion of inductor current will go to the load. അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയൊരു മാഗ്നിറ്റ്യൂഡ് കുറച്ച് റെഡ്യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഇവിടെ വരച്ചു കൊടുക്കും.
വീണ്ടും കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യും, കപ്പാസിറ്റർ ചാർജ് ചെയ്യും, ഡിസ്ചാർജ് ചെയ്യും. അങ്ങനെയാണ് നമ്മളത് കാണിക്കുന്നത്. ഓക്കെ, ഒന്നും കൂടെ വേവ് ഫോം എക്സ്പ്ലെയിൻ ചെയ്യാം. ഇൻഡക്ടർ കറണ്ട് വരയ്ക്കാൻ ഏറ്റവും എളുപ്പമാണ്. നിങ്ങൾ ഡി ടിയും ടിയും മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡ്യൂറിങ് ദ ഡി ടി 0 to dt പീരീഡ് ഇൻഡക്ടർ സ്വിച്ച് ഓൺ ആയിരിക്കും, ഇൻഡക്ടർ ചാർജ് ചെയ്യും. ഫ്രം ഡി ടി ടു ടി ഇൻഡക്ടർ വിൽ ഡിസ്ചാർജ്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് വരച്ചു വെക്കാം. വാട്ട് ഇസ് ദ വോൾട്ടേജ് അക്രോസ് ഇൻഡക്ടർ? അത് നമ്മൾ സർക്യൂട്ട് ഡയഗ്രത്തിൽ പോയി ഓൺ ആകുമ്പോൾ എന്താണ് വോൾട്ടേജ് വരുന്നതെന്നും ഓഫ് ആകുമ്പോൾ എന്താ വോൾട്ടേജ് വരിക എന്ന് നോക്കുക. വെൻ ദ സ്വിച്ച് ഈസ് ഓൺ, the voltage across inductor is Vs, and the switch is off, voltage across inductor is V0 or minus V0. And the third one is diode current. So initially the diode is in reverse bias condition, no current flows through the diode. And when it is forward bias, whatever current available at the inductor is also flows through the diode. So it is almost same. This diagram then namakku ivide varichu. And finally, what about capacitor? Capacitor is like when it is discharging, the current is assumed as negative, and it is charging, it is assumed that positive. And some portion of this inductor current will flow through the capacitor and it will charge the capacitor. Okay, now let us discuss the output voltage expression, output voltage expression. Output voltage expression is input voltage into duty cycle divided by 1 minus duty cycle. So in the case of buck converter, it was V in into D. In the case of boost converter, it is V in divided by 1 minus D. Now in the case of buck boost converter, it is somewhat looks like the combination of both buck converter and boost converter. അല്ലെ, ഈ ഒരു എക്സ്പ്രഷൻ നോക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ബക്ക് ബൂസ്റ്റ് കൺവേർട്ടർ എന്ന് പറയുന്നത് ബക്ക് കൺവേർട്ടറിന്റെയും ബൂസ്റ്റ് കൺവേർട്ടറിന്റെയും ഒരു കോമ്പിനേഷൻ ആണെന്ന് നോക്കും. So we will try for few example. Okay, you have to help me while doing the maths. So assume D is exactly half. Duty cycle is, we know that T on by T. Assume this on time is half of total time period. That is, duty cycle will become 0.5. അല്ലേ, നമ്മളിത് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഒരു 10 കിലോ ഹെർട്സ് ഫ്രീക്വൻസിയിലാണ് എങ്കിൽ ഓൺ ചെയ്യുന്നത് 5 കിലോ ഹെർട്സ് ഫ്രീക്വൻസിയിലാണ്. അപ്പം 5 ഡിവൈഡഡ് ബൈ 10 എന്നുള്ള രീതിയിൽ 0.5 ഡ്യൂട്ടി സൈക്കിൾ അസ്യൂം ചെയ്യുക. വി ആർ അസ്യൂമിങ് ഇറ്റ്. സോ വാട്ട് വിൽ ഹാപ്പൻ വെൻ ഡ്യൂട്ടി സൈക്കിൾ ഈസ് 0.5, go for this V in, assume this is the expression, and V in is we are assuming that also we will take some random values, that is 5 volt. Now V out is nothing but 5 voltage into duty cycle, that is 5 into 0.5 divided by 1 minus 0.5, that is nothing but 0.5. അല്ലേ, വി എന്ന് പറയുന്നത് നമ്മൾ അസ്യൂം ചെയ്യുന്നു 5 വോൾട്ട് ആണെന്ന്, ഡ്യൂട്ടി സൈക്കിളും നമ്മൾ അസ്യൂം ചെയ്തു 0.5 ആണെന്ന്. സോ വി ഇൻ ഇൻറ്റു 5, that is 5 into 0.5, sorry, 5 into 0.5 divided by 1 minus 0.5, that is nothing but 0.5. So this will cancel each other and the output voltage is 5. So it is almost, when the duty cycle is half, it is almost equal to input voltage is almost equal to output voltage. Now we are assuming like duty cycle is 0.8. Duty cycle is 0.8. So what will happen? V in is again same thing. V in is 5 voltage. So 5 into 0.8 divided by 1 minus 0.8. That is nothing but 0.2. So 0.8 divided by 0.2 is how much? It is 4, I guess. Correct? So total output voltage is 20 volt. Is it correct? ശരിയല്ലേ, കാൽക്കുലേഷൻ ശരിയല്ലേ? Okay, now it is something like a boost converter. So the input voltage was 5 voltage and the output voltage is 20 voltage. It is working as boost converter. And again assume D is equal to 0.2. Please do the calculation and tell me let me know the answer.
Assume D is equal to 0.2 and V in is same 5 voltage. Tell me how much voltage will come across the output terminal. So, correct ആണ് answer 0.2 അല്ല, yes 1.25, അത് correct answer ആണ്. So it is like 0.2 duty cycle ആണ്. So 0.2 divided by 1 minus 0.2, so that is nothing but 0.8. So 0.2 divided by 0.8 is 0.25. So 0.25 into 5 we have to find, that is our output expression. So into 5, 1.25. Okay, now see the difference. Now when the input voltage was 5 volt, now the output is 1.25. It is less than the input voltage, so it is working as a buck converter. So ഇതിൻ്റെ അകത്ത് നമുക്ക് മനസ്സിലാവുന്നത്, when duty cycle is exactly 0.5 or T on period is exactly half, the output voltage is equal to input voltage. And when the duty cycle is greater than 0.5, the output voltage is greater than the input voltage, and we can tell that it is acting as a boost converter. And when the duty cycle is less than 0.5, the output voltage is less than the input voltage, so it is like working like a buck converter. So buck boost converter ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ ഒരു ഫുൾ സ്വിങ്ങിൽ, അതായത് 0 മുതൽ അതിൻ്റെ മാക്സിമം ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്ന അത്രയും വരെ ആ വർക്ക് ചെയ്യാൻ പറ്റും. അതായത് ഇൻപുട്ട് വോൾട്ടേജ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ പോവാം, കുറച്ച് വേണമെങ്കിൽ കുറച്ച് കൊണ്ടുവരാം. സോ ബട്ട് വാട്ട് ഈസ് ദ ഡിസഡ്വാൻറ്റേജ്? ദ ഡിസഡ്വാൻറ്റേജ് ഈസ് ദ മെയിൻ ഇഷ്യൂ അല്ലേ? എന്താണ് അതിൻ്റെ ഡിസഡ്വാൻറ്റേജ്? ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നെഗറ്റീവ് പൊളാരിറ്റിയിലാണ് വരിക. കോമൺ ടെർമിനലിനെ വെച്ച് നോക്കുമ്പോൾ ഔട്ട്പുട്ട് നെഗറ്റീവ് ടെർമിനലിലാണ് വരിക. സോ നെഗറ്റീവ് പൊളാരിറ്റിയാണ് വരിക. ക്ലിയർ ആയില്ലേ? സോ ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്തു ബക്ക് കൺവേർട്ടർ, ഡിസ്കസ് ചെയ്തു ബൂസ്റ്റ് കൺവേർട്ടർ, ഡിസ്കസ് ചെയ്തു ബക്ക് ബൂസ്റ്റ് കൺവേർട്ടർ, ഡിസ്കസ് ചെയ്തു. സോ ബേസിക് കൺവേർട്ടർ എന്ന് പറയുന്നത് ഇത്രയാണുള്ളത്. ഇത് കൂടാതെ കക്ക് കൺവേർട്ടർ, CUK കക്ക് കൺവേർട്ടർ, സെപ്പിക് കൺവേർട്ടർ SCPIC സെപ്പിക് കൺവേർട്ടർ എന്ന് 2 കൺവേർട്ടർ കൂടെയുണ്ട്. ഇത് നമ്മളെ സിലബസിൽ നമുക്ക് പഠിക്കാനില്ല, ബട്ട് ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് യു ക്യാൻ ഗോ ഫോർ ദാറ്റ്. സെപ്പിക് കൺവേർട്ടർ കുറച്ചും കൂടി നല്ലൊരു കൺവേർട്ടറാണ്. ഈ നെഗറ്റീവ് കക്ക് കൺവേർട്ടറിൽ വരുമ്പോൾ ഈ നെഗറ്റീവ് പൊളാരിറ്റിയുടെ ഇഷ്യൂ വരും, സെപ്പിക്കിൽ വരുന്ന സമയത്ത് ഈ നെഗറ്റീവ് പൊളാരിറ്റിയുടെ ഇഷ്യൂ വരില്ല. കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആയ സർക്യൂട്ടാണ്, ഇത്ര സിമ്പിൾ അല്ല. അതിൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ കോമ്പണൻസ്, ഇൻഡക്ടർ 2 ഇൻഡക്ടർ വേണം, അതേപോലെ കുറച്ച് കോമ്പണൻസ് അധികം വേണം. അപ്പം നമുക്ക് സിലബസിൽ ബേസിക് ആയിട്ട് ഈ 3 കൺവേർട്ടറാണ് പഠിക്കാനുള്ളത്. അപ്പോൾ എനിക്ക് ഓൾമോസ്റ്റ് യൂണിവേഴ്സിറ്റി എക്സാമിന് ഷുവർ ദേ വിൽ ആസ്ക് 1 കൺവേർട്ടർ ഫ്രം ദിസ്. സോ യു ഹാവ് ടു എക്സ്പ്ലെയിൻ വിത്ത് സർക്യൂട്ട് ഡയഗ്രാം, ഓൺ കണ്ടീഷൻ, ഓഫ് കണ്ടീഷൻ ആൻഡ് വേവ് ഫോം ആൻഡ് ഔട്ട്പുട്ട് എക്സ്പ്രഷൻ. ഈ ഇത്രയും കാര്യങ്ങൾ മസ്റ്റായിട്ടും ഉണ്ടായിരിക്കണം. ഇതിൽ ഈ സർക്യൂട്ടൊക്കെ പഠിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, വെറുതെ വരച്ച് പഠിച്ചാൽ പോരാ. നിങ്ങൾ ഇതിൻ്റെ വർക്കിംഗ് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഞാൻ പറയുന്നു ഇതിൻ്റെ അകത്ത് ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ വർക്കിംഗ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് സർക്യൂട്ട് വരക്കാൻ പറ്റും, വേവ് ഫോം വരക്കാൻ പറ്റും, ഔട്ട്പുട്ട് എക്സ്പ്രഷൻ എഴുതാൻ പറ്റും. സോ മെമ്മറൈസ് ചെയ്യാൻ വേണ്ടി ഒന്നുമില്ല, നിങ്ങൾക്കത് ചെയ്തെടുക്കാൻ പറ്റും. Okay, so now we have 20 more minutes, so I'm moving to the next session. Next section is isolated converter. ഇതിൻ്റെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയ രീതിയിലേക്ക് പോകുന്നു. The basic disadvantage of DC to DC converter is, അല്ലെങ്കിൽ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ബേസിക് കൺവെർട്ടറിന്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ദ ഇലക്ട്രിക് കണക്ഷൻ ബിറ്റ്വീൻ ഇൻപുട്ട്
ആൻഡ് ഔട്ട്പുട്ട്. ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിൽ ഇലക്ട്രിക് കണക്ഷൻ ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ബേസിക് disadvantage. That is, if input supply is grounded, that same ground will be present on the output. അതായത് ഇപ്പം ഈ ഒരു ഡയഗ്രം എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഔട്ട്പുട്ടിന് നമ്മൾ ഉപയോഗിക്കുന്ന അതേ ഗ്രൗണ്ട് തന്നെയാണ്, അതേ കണക്ഷൻ തന്നെയാണ് എവിടെയുള്ളത്, ഇൻപുട്ട് ടെർമിനലിലുള്ള കണക്ഷൻ. സോ ഇതിൻ്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചാൽ, ഇങ്ങനെ ഗ്രൗണ്ട് സെയിം ആയാൽ എന്ത് സംഭവിക്കും? ഗ്രൗണ്ട് സെയിം ആയാൽ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ, ഈ ഒരു ഭാഗത്ത് ഇതിപ്പോൾ നമ്മൾ ലോഡ് എന്ന് പറഞ്ഞാൽ ലോഡ് റെസിസ്റ്റർ ആണ് കാണിക്കുന്നത് അല്ലേ. ഇതൊരു മോട്ടർ ആവാം, ഇതൊരു ലൈറ്റ് LED ബൾബ് ആവാം, ഇതൊരു സോളിനോയിഡ് വാൽവ് ആവാം, ഇതൊരു കമ്പ്യൂട്ടറിന്റെ മദർ ബോർഡ് എന്തെങ്കിലും ആവാം. ഓക്കെ, ഇങ്ങനെ പല ആപ്ലിക്കേഷൻസ് ആണ്. ഇഫ് എനി ഫോൾട്ട് ഒക്കേഴ്സ് ദിസ് പ്ലേസ്, ഈ ഒരു ലോഡിൽ എന്തെങ്കിലും ഒരു ഫോൾട്ട് ഉണ്ടായാൽ ഈ ഫോൾട്ട് കറണ്ട് ഈ ഗ്രൗണ്ടിലൂടെയാണ് ഫ്ലോ ചെയ്യുക. സോ ദാറ്റ് വിൽ അഫക്റ്റ് അവർ ഇൻപുട്ട് ഓൾസോ. ഇൻപുട്ട് സൈഡിനെ അത് അഫക്റ്റ് ചെയ്യും എന്തെങ്കിലും ഒരു ഫോൾട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ. ആൻഡ് സെയിം വേ റിവേഴ്സ് വഴിയും, അതായത് ഇവിടെ എന്തെങ്കിലും ഒരു ഫോൾട്ട് ഉണ്ടായാൽ, ഇൻപുട്ട് സൈഡിൽ എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടായാൽ ദ സെയിം വിൽ അഫക്റ്റ് അവർ ഔട്ട്പുട്ട് ഓൾസോ. ഓക്കെ, അതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അല്ലേ. അതായത് ഇങ്ങനെ പറയാം, നിങ്ങളെ മൊബൈൽ ചാർജർ വെച്ച് മൊബൈൽ ചാർജ് ചെയ്യുന്നു, മൊബൈലിനുള്ളിൽ എന്തെങ്കിലും ഒരു ഫോൾട്ട് ഉണ്ടായാൽ അത് മൊബൈൽ ചാർജർ വഴി നമ്മൾ ഇൻപുട്ട് 230 വോൾട്ടിൽ എന്തെങ്കിലും ഫ്യൂസ് എന്തെങ്കിലും ഡാമേജ് ചെയ്യാൻ പോയി എഫക്റ്റ് ആയി കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ് അല്ലേ. ഒരു മൊബൈലിൽ എന്തോ ഒരു ഫോൾട്ട് ഉണ്ടായതിൻ്റെ പേരിൽ നിങ്ങളെ എൻ്റയർ ഹൗസിൻ്റെ ഫ്യൂസ് ഡാമേജ് ആയി പോകുന്നു, അല്ലെങ്കിൽ നിങ്ങളെ ചാർജർ ഡാമേജ് ആയി പോകുന്നു. അതൊരു ശരിക്കൊരു പ്രോബ്ലമാണ്. അതേപോലെ നിങ്ങളെ ചാർജറിൽ എന്തെങ്കിലും, അല്ലെങ്കിൽ 230 വോൾട്ട് നിങ്ങളെ വീട്ടിലുള്ള അവൈലബിൾ ആയിട്ടുള്ള ഹൗസ് ഹോൾഡ് സപ്ലൈയിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായതുകൊണ്ട് നിങ്ങളെ മൊബൈൽ ഡാമേജ് ആയി പോകുന്നു, അതൊരു മിസ്റ്റേക്കാണ്. അപ്പോൾ ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല. അപ്പോൾ അവിടെയാണ് ദ കോൺസെപ്റ്റ് ഓഫ് ഐസൊലേഷൻ വരുന്നത്. സോ ഇറ്റ് ഈസ് നത്തിങ് ബട്ട്, ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, ഇറ്റ് ഈസ് സംതിങ് ലൈക്ക് വി ആർ ഇലക്ട്രിക്കലി സെപ്പറേറ്റിംഗ് ദ ഗ്രൗണ്ട്. അതായത് ഔട്ട്പുട്ട് സെഷനിലുള്ള ഗ്രൗണ്ടും, സപ്പോസ് ഐ എം റെപ്രസെൻറ്റിംഗ് യൂസിങ് ദിസ് സിംബൽ, ദിസ് ഈസ് അനദർ ഗ്രൗണ്ട്. സോ ദർ വിൽ നോട്ട് ബി എനി ഫിസിക്കൽ കണക്ഷൻ ബിറ്റ്വീൻ ഔട്ട്പുട്ട് സെക്ഷൻ ആൻഡ് ഇൻപുട്ട് സെക്ഷൻ. ഇൻപുട്ട് സെഷൻ്റെയും ഔട്ട്പുട്ട് സെഷൻ്റെയും ഗ്രൗണ്ട് തമ്മിൽ ഒരു ഫിസിക്കൽ ആയിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ടാവില്ല. സോ ദാറ്റ് ഈസ് വി ആർ കോളിംഗ് ഐസൊലേഷൻ. ഐസൊലേറ്റ് ചെയ്യുക അല്ലേ, നമ്മൾ ഇലക്ട്രിക്കലി സെപ്പറേറ്റ് ചെയ്യാന്ന് പറയും ഗ്രൗണ്ട് സെപ്പറേറ്റ് ചെയ്യുമ്പോൾ. ഐസൊലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കലി സെപ്പറേറ്റ് ചെയ്യും. സോ അതാണ് ഐസൊലേഷൻ്റെ കോൺസെപ്റ്റ് വരുന്നത്. ഓക്കെ, എങ്ങനെയൊക്കെ ഐസൊലേഷൻ ചെയ്യാം? ഐസൊലേഷൻ ചെയ്യാൻ കുറേ മെത്തേഡ്സ് ഉണ്ട്. വൺ ഈസ് ടു യൂസ് എ ഓക്കെ, 1 മിനിറ്റ് ഹർഷ്. അത് നിൻ്റെ നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. ഓക്കെ, അത് നിൻ്റെ നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. ഇവിടെ എനിക്ക് പെർമിഷൻ ഒന്നും ചോദിക്കുന്നില്ല. അതേപോലെ ഒന്ന് ശ്രമിക്കുക, കുറച്ച് സമയം നോക്കി. ഓക്കെ, ബാക്കി ഓഡിയബിൾ ആണ്. അഭിജിത്ത് എല്ലാം ക്ലിയർ ആണ്? വേറെ ആർക്കും ഇഷ്യൂ ഇല്ലല്ലോ? ഓക്കെ, ഐസൊലേഷൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഇലക്ട്രിക്കലി സെപ്പറേറ്റിംഗ് ദ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് പോർഷൻ. അതായത് ചിലപ്പം ഇല്ലേ, എന്താ പറയുക, വലിയ മെഷീൻസ് ഒക്കെ ആയിരിക്കും പവർ സപ്ലൈയുടെ ഔട്ട്പുട്ടിൽ ഉണ്ടാവുക. ഒരു എക്സാമ്പിൾ, ഞാൻ ഈ സിസ്റ്റം PC-യുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഒരു പ്രൊജക്റ്റ് ചെയ്തു, ഒരു എന്തെങ്കിലും ഒരു ടൈപ്പ് പ്രൊജക്റ്റ്. അപ്പോൾ അതിൽ എനിക്ക് USB വഴിയാണ് ഞാൻ അതിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ USB കേബിളിൻ്റെ അറ്റത്ത് വേറൊരു വലിയൊരു സർക്യൂട്ട് ഉണ്ട്. ആ സർക്യൂട്ട് എന്ത് ചെയ്യുന്നു, ഈ PC ആയിട്ട് കണക്ട് ചെയ്യുന്നത്. എൻ്റെ PC ഓൾമോസ്റ്റ് 20,000 കോസ്റ്റിലുള്ളതാണ്. അതേപോലെ എൻ്റെ പ്രോജക്റ്റും, ഞാൻ ചെയ്ത പ്രോജക്റ്റും 20,000 അറൗണ്ട് കോസ്റ്റ് ഉള്ള പ്രോജക്റ്റ് ആണെന്ന് വിചാരിക്കുക. സോ ഇഫ് എനി ഫോൾട്ട് ഒക്കേഴ്സ് ഇൻ മൈ പ്രോജക്റ്റ്,
സംടൈംസ് എന്താ പറയുക CPU ഡാമേജ് ആയി പോകും, ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി CPU അടിച്ചു പോകും. അപ്പോൾ ടോട്ടൽ ലോസ് കൂടുതലായി അല്ല, 40,000 ലോസ് ആയി. അതേപോലെ സെയിം വേ, അതായത് CPU എന്തോ ഫോൾട്ട് ഉണ്ടായി, അത് ഷോർട്ട് സർക്യൂട്ടായി എൻ്റെ പ്രോജക്റ്റ് അടിച്ചു പോയി. ഇതിൽ വരും. ഈ ഫോൾട്ട് ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ സെയിം ഗ്രൗണ്ട് യൂസ് ചെയ്യുമ്പോഴാണ് ഈ ഫോൾട്ട് ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ ഫോൾട്ട് കുറക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഐസോലേറ്റ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് ഇലക്ട്രിക്കലി സെപ്പറേറ്റിംഗ് ദ ഗ്രൗണ്ട്. So there are different method. One to use an optocoupler. Optocoupler എന്ന് പറയുന്ന പേര് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടാവും. വളരെ പ്രൊജക്റ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്ന ഒരു കോമ്പണൻ്റ് ആണ്. ആ ഓപ്റ്റോകപ്ലറിൻ്റെ ഒരു ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് ഇങ്ങനെ ഉണ്ടാവും. ഒരു LED ഉണ്ടാവും, ഒരു ഫോട്ടോ ട്രാൻസിസ്റ്റർ ഉണ്ടാവും അല്ലേ. അപ്പം LED ലൈറ്റ് എമിറ്റ് ചെയ്യും, നിങ്ങൾക്കറിയാം. അതിനനുസരിച്ച് ഈ ഫോട്ടോ ട്രാൻസിസ്റ്റർ ഓൺ ആവും. അപ്പം ഇവിടെ രണ്ട് സർക്യൂട്ട് ഉണ്ട്. ഇവിടെ ഒരു ഇൻപുട്ട് സൈഡിൽ ഒരു സർക്യൂട്ട് ഉണ്ട്, ഇവിടെ ഔട്ട്പുട്ട് സൈഡിൽ ഒരു സർക്യൂട്ട് ഉണ്ട്. ഇത് തമ്മിൽ ഫിസിക്കലായിട്ടുള്ള കണക്ഷൻ ഇല്ല. കണക്ഷൻ എങ്ങനെയാണ്? ഈ ലൈറ്റ് വഴിയാണ്, ഈ LED എമിറ്റ് ചെയ്യുന്ന ലൈറ്റ് വഴിയാണ് ഇവിടെ ഉണ്ടാവുന്ന കണക്ഷൻ. അപ്പം ഈ ഔട്ട്പുട്ട് സൈഡും ഇൻപുട്ട് സൈഡും തമ്മിൽ ഫിസിക്കലി ഒരു കണക്ഷൻ ഇല്ല. ഇവിടെ യൂസ് ചെയ്യുന്നത് ഒരു പവർ സപ്ലൈ വഴിയുള്ള ഗ്രൗണ്ട് ആയിരിക്കും, ഇവിടെ യൂസ് ചെയ്യുന്നത് ഇൻപുട്ട് സൈഡിൽ യൂസ് ചെയ്യുന്നത് വേറൊരു ഗ്രൗണ്ട് ആയിരിക്കും. ഫിസിക്കലായിട്ട് ഒരു കണക്ഷൻ ഇല്ല, ലൈറ്റ് വഴിയാണ് ഇവിടെ കണക്ഷൻ. സോ ഇതൊരു വൺ മെത്തേഡ് ഓഫ് ഐസൊലേഷൻ ആണ്. പക്ഷെ നമുക്കറിയാം LED-യിലൊക്കെ നമുക്ക് മാക്സിമം 10 mA കറണ്ട് ഒക്കെയാണ് കൊടുക്കാൻ പറ്റും. അപ്പം കൂടുതൽ പവർ സപ്ലൈ ആപ്ലിക്കേഷനൊന്നും നമുക്കത് ഉപയോഗിക്കാൻ പറ്റില്ല. ദെൻ വി ഹാവ് അനദർ ഓപ്ഷൻ, ദാറ്റ് ഈസ് ടു യൂസ് എ ട്രാൻസ്ഫോമർ. ഒരു ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുക. ട്രാൻസ്ഫോമർ യൂസ് ചെയ്താൽ എന്താ പ്രശ്നം? ട്രാൻസ്ഫോമർ DC-യിൽ വർക്ക് ചെയ്യില്ല, AC-യിലെ വർക്ക് ചെയ്യും അല്ലേ. അപ്പം ട്രാൻസ്ഫോമറിന്റെ പ്രത്യേകത എന്താ? അത് ഐസൊലേഷൻ ആണ് ചെയ്യുന്നത്. എങ്ങനെ പറയാ? ട്രാൻസ്ഫോമറിന്റെ പ്രൈമറി എന്ന് പറയുന്നത് ഒരു സർക്യൂട്ടാണ്, പിന്നെ ഐസൊലേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് എന്തുള്ളത്? സെക്കൻഡറി ഉള്ളത്. ഈ പ്രൈമറി സെക്കൻഡറിയും തമ്മിൽ ഫിസിക്കലായിട്ട് ഒരു കണക്ഷനും ഇല്ല. അപ്പം ഇവിടെയുള്ള ഗ്രൗണ്ട് അല്ല ഇവിടെ ഉണ്ടാവുക, കോമൺ പോയിന്റ് അല്ല. അപ്പം അതുകൊണ്ട് ട്രാൻസ്ഫോമർ ഈസ് എ ബെസ്റ്റ് ഐസൊലേറ്റർ ഇൻ ദ കേസ് ഓഫ് പവർ സപ്ലൈസ്. പവർ സപ്ലൈ യൂസ് ചെയ്യുന്ന സമയത്ത് ട്രാൻസ്ഫോമർ നല്ലൊരു ഐസൊലേറ്റർ ആണ്. സോ ട്രാൻസ്ഫോമർ എപ്പോഴും നിർബന്ധമാണ്, അത് AC സൈഡിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റും, DC യൂസ് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റില്ല. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കുഴപ്പമാണ്. ഓക്കെ, ഞാൻ ഈ സെൻറ്റൻസ് നോക്കുന്നില്ല. സോ ദിസ് ഈസ് ദ ട്രാൻസ്ഫോമർ, യു നോ, that is primary you have as one circuit and the secondary you have another circuit. There is no physical connection between primary and secondary. The connection is through the flux traveling from primary circuit to the secondary circuit. Primary circuit നിന്ന് secondary circuitലേക്ക് ഫ്ലോ ചെയ്യുന്ന ഫ്ലക്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അവിടെയുള്ളത്. നോ, there is no electrical connection. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതാണ് ഇക്വലന്റ് സർക്യൂട്ടായിട്ട് നമ്മൾ ട്രാൻസ്ഫോമറിനെ റെപ്രസെൻ്റ് ചെയ്ത് വരിക. ഇവിടെ നിങ്ങൾക്കറിയാം ട്രാൻസ്ഫോമറിൻ്റെ വർക്കിംഗ് ഒക്കെ നിങ്ങൾ പഠിച്ചതാണ്. ഇവിടെ ഞാൻ അഡീഷണൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ഈ ഒരു ഡോട്ട് ആണ്. അപ്പോൾ ഞാൻ ലെറ്റിലുള്ള ആരോടെങ്കിലും ചോദിക്കാം. സൗമ്യക്കറിയാം ഡോട്ട് എന്താ വരുന്നത്? ഇവിടെ കാണിച്ചിരിക്കുന്ന രണ്ട് ഡോട്ടിൻ്റെ മീനിങ് എന്താണെന്ന് അറിയാം? ഡയറക്ഷൻ പറയാം. ഡോട്ട് കൺവെൻഷൻ എന്നാണ് അതിന് പറയുക അല്ലേ? ഡോട്ട് കൺവെൻഷൻ ഓഫ് ട്രാൻസ്ഫോമർ എന്നാ പറയാം. എന്തായിരിക്കും? അതായത് ഈ ഒരു ഡോട്ടിൽ നമ്മളിപ്പോൾ പോസിറ്റീവ് സപ്ലൈ ആണ് കൊടുത്തതെങ്കിൽ, പോസിറ്റീവ് ഹാഫ് സൈക്കിളാണ് കൊടുത്തതെങ്കിൽ, അതായത് കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യും. അപ്പം ഈ ഒരു സൈഡിലും പോസിറ്റീവ് ആയിരിക്കും. ഈ ഡോട്ട് പോസിറ്റീവ് ആണെങ്കിൽ ഈ ഒരു സൈഡിലും പോസിറ്റീവ് ആയിരിക്കും. ഈ ഡോട്ട് നെഗറ്റീവ് ആണെങ്കിൽ ഈ ഒരു സൈഡ് നെഗറ്റീവ് ആയിരിക്കും. അതല്ല, ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, സപ്പോസ് ഈ ഒരു ഡോട്ട്, ഒരു മിനിറ്റ്, ഈ ഒരു ഡോട്ട് ഞാൻ ഇവിടുന്ന് റിമൂവ് ചെയ്ത് ഇവിടെയാണെങ്കിൽ ഇത് പോസിറ്റീവ് ആവുന്ന സമയത്ത്, ഈ ഡോട്ട് എൻ്റെ പോസിറ്റീവ് ആവുന്ന സമയത്ത് ഇവിടെയാണ് ഡോട്ട് എങ്കിൽ ഇത് പോസിറ്റീവ് ആയിരിക്കും, ഇത് നെഗറ്റീവ് ആയിരിക്കും.
മനസ്സിലായോ? അപ്പം അല്ലെങ്കിൽ നമുക്കൊരു പറയാം, ഡോട്ട് പ്രൈമറി സൈഡിൽ ഡോട്ടുള്ള ഏരിയയിലാണ് കറണ്ട് എൻ്റർ ചെയ്യുന്നതെങ്കിൽ സെക്കൻഡറി സൈഡിൽ ഡോട്ടുള്ള ഭാഗത്തു നിന്നാണ് കറണ്ട് ലീവ് ചെയ്യുക. മനസ്സിലായോ? പ്രൈമറി സൈഡിൽ ഡോട്ടുള്ള പൊസിഷനിലാണ് കറണ്ട് എൻ്റർ ചെയ്യുന്നതെങ്കിൽ സെക്കൻഡറി സൈഡിൽ ഡോട്ടുള്ള പ്ലേസിൽ നിന്നാണ് അല്ലെങ്കിൽ ടെർമിനലിൽ നിന്നാണ് കറണ്ട് ലീവ് ചെയ്യുക. അത് ഒന്നാമത് പറയുന്ന ഒരു കാര്യമാണ്. അല്ലെങ്കിൽ ജസ്റ്റ് സിമ്പിളായിട്ട് ഇങ്ങനെ ആക്കിയാൽ മതി. ഇവിടെ ഡോട്ട് പോസിറ്റീവ് ആണെങ്കിൽ ഇവിടെയും ഡോട്ട് പോസിറ്റീവ് ആയിരിക്കും. അല്ലെങ്കിൽ ഇവിടെ ഡോട്ട് പോസിറ്റീവ് ഹാഫ് സൈക്കിളിലാണ് അവിടെ ഉണ്ടെങ്കിൽ ട്രാൻസ്ഫോമറിന്റെ ഔട്ട്പുട്ട് വെദർ ഇറ്റ് ഈസ് സ്റ്റെപ്പ് ഡൗൺ ഓർ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ, ഇവിടെയും പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആയിരിക്കും. അല്ലേ? അപ്പോൾ അതാണ് ഡോട്ട് കൺവെൻഷൻ എന്ന് പറയാം. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ ഒരു കൺവേർട്ടറിലൊക്കെ നമ്മൾ സാധാരണ ട്രാൻസ്ഫോമർ വർക്കിംഗ് അറ്റ് 50 Hz ഫ്രീക്വൻസി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അവിടെ ലോസ് കൂടുതലായിരിക്കും, സൈസ് ലാർജ് ആയിരിക്കും ഈ ട്രാൻസ്ഫോമറിൻ്റെ ഒക്കെ. When the transformer is operated at low frequency, the transformer losses are more and also the size increases. അപ്പം എപ്പോഴാണോ നമ്മൾ ട്രാൻസ്ഫോമർ ഹൈ ഫ്രീക്വൻസിന് വേണ്ടി ഡിസൈൻ ചെയ്യുന്നത്, ആ സമയത്ത് ട്രാൻസ്ഫോമറിൻ്റെ സൈസ് നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റും. അതുപോലെ തന്നെ എഫിഷ്യൻസി കൂടുതലുമായിരിക്കും. When the transformer size is when the transformer frequency is or when the transformer is operated at high frequency, we can reduce the size of transformer and also the efficiency of the transformer will be much higher than the transformer operating at lower frequency. അല്ലേ? ലോവർ ഫ്രീക്വൻസിയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ട്രാൻസ്ഫോമറിനെക്കാളും കൂടുതൽ എഫിഷ്യൻ്റ് ആയിരിക്കും ആര്? ഹൈ ഫ്രീക്വൻസിയിൽ വർക്ക് ചെയ്യുന്ന ട്രാൻസ്ഫോമർ. So that is also one more thing. Just we will go through these sentences. A more efficient method of providing electrical isolation between input and output of a DC to DC converter is to use a transformer in the switching scheme. ഞാൻ ഓൾറെഡി പറഞ്ഞു, നമുക്കൊരു ട്രാൻസ്ഫോമർ യൂസ് ചെയ്യണം. എന്തിനാ? ഐസൊലേഷൻ കിട്ടാൻ, എന്തിനാ? പ്രൊട്ടക്ഷൻ കൂട്ടാൻ. But condition is the switching frequency is much higher than the AC power source frequency, enabling the transformer to be small. നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ട്രാൻസ്ഫോമർ പോലെ 50 ഹെർട്സിൽ വർക്ക് ചെയ്യുന്ന ട്രാൻസ്ഫോമർ അല്ല നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഹൈ ഫ്രീക്വൻസിയിൽ വർക്ക് ചെയ്യുന്ന ട്രാൻസ്ഫോമർ ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അത് ഡയറക്റ്റ് അല്ലേ, അതിന് കണ്ടീഷൻസ് ഉണ്ട്. ഡയറക്റ്റ് നമ്മൾ 230 ഹൈ ഫ്രീക്വൻസി കൊടുത്താൽ അത് വർക്ക് ആവുമൊന്നുമില്ല. അതിൽ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അത് നമ്മൾ ഡയഗ്രാം പറയുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ഹൈ ഫ്രീക്വൻസിയിലുള്ള ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്നതുകൊണ്ട് രണ്ട് അഡ്വാൻറ്റേജ് ആണുള്ളത്. ട്രാൻസ്ഫോമറിന്റെ സൈസ് വളരെ കുറവായിരിക്കും, അതുപോലെ തന്നെ എഫിഷ്യൻസി കൂടുതലായിരിക്കും. നിങ്ങൾ ഈ മോസ്കിറ്റോ ബാറ്റൊക്കെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിന് നമ്മളെ ഹാൻഡിലുള്ളിലാണ് അതിൻ്റെ സർക്യൂട്ട് ഉള്ളത്. നിങ്ങൾക്ക് ചെറിയ ട്രാൻസ്ഫോമർ കാണാൻ പറ്റും. ഹൈ ഫ്രീക്വൻസി ട്രാൻസ്ഫോമർ ഏതാണ്ട് 5 to 6 ടെർമിനൽ ഉണ്ടാവും. അതാണ് ഹൈ ഫ്രീക്വൻസി ട്രാൻസ്ഫോമർ. ഓക്കെ, ടേൺസ് റേഷ്യോ പ്രൊവൈഡ്സ് ഇൻക്രീസ്ഡ് ഡിസൈൻ ഫ്ലെക്സിബിലിറ്റി. ഓക്കെ, അത് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതുപോലെ തന്നെ വേറൊരു അഡ്വാൻറ്റേജ് ഉള്ളത്, ഈ ട്രാൻസ്ഫോമർ മൾട്ടിപ്പിൾ ട്രാൻസ്ഫോമർ വൈൻഡിങ് ഉള്ളതാണെങ്കിൽ വി വിൽ ഗെറ്റ് മൾട്ടിപ്പിൾ ഔട്ട്പുട്ട് വോൾട്ടേജ്. അപ്പോൾ ഒരു സപ്ലൈന്ന് തന്നെ നമുക്ക് 5 വോൾട്ട്, 9 വോൾട്ട്, 12 വോൾട്ട് സപ്ലൈ ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? മൾട്ടിപ്പിൾ വൈൻഡിങ് ഉള്ള ട്രാൻസ്ഫോമർ യൂസ് ചെയ്താൽ വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യും? മൾട്ടിപ്പിൾ വോൾട്ടേജ് ഉള്ള സപ്ലൈസ് നമുക്ക് കിട്ടും. ഓക്കെ, ആൻഡ് the dot convention is used to indicate relative polarity between two winding. Primary secondary winding തമ്മിലുള്ള relative polarity മനസ്സിലാവാനാണ് dot convention യൂസ് ചെയ്യുന്നത്. ഇതാണ് dot convention. When the voltage at the dotted terminal on one winding is positive, the voltage at the dotted terminal of other winding is also positive. ഈ ഡോട്ടഡ് ടെർമിനൽ പോസിറ്റീവ് ആണെങ്കിൽ ഇവിടെയും പോസിറ്റീവ് ആയിരിക്കും, നെഗറ്റീവ് ആണെങ്കിൽ അവിടെയും നെഗറ്റീവ് ആയിരിക്കും. Or we can tell like when the current enters the dotted terminal on one winding, the current leaves the dotted terminal of other winding. ഒരു വൈൻഡിങ്ങിലെ കറണ്ട് എൻ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ, പ്രൈമറിയുടെ ഡോട്ടഡ് ടെർമിനലിലേക്ക് കറണ്ട് എൻ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ സെക്കൻഡറിയുടെ ഡോട്ടഡ് ടെർമിനലിൽ നിന്ന് കറണ്ട് ലീവ് ചെയ്യുകയാണ് ചെയ്യുക. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വെക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനിയുള്ള എല്ലാ സർക്യൂട്ടുകളിൽ നമുക്ക് ഇത് ആവശ്യമാണ്. ഈ ഡോട്ടഡ് ടെർമിനലാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം. അത് മര്യാദക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ
ഐഡിയ ക്ലിയർ ആവില്ല, സർക്യൂട്ടിന്റെ വർക്കിംഗ് ക്ലിയർ ആവില്ല. ഇപ്പൊ ഏറ്റവും ബേസിക് ആയിട്ട് ഇത് പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ ഈ സൈഡിൽ ഇവിടെയാണ് ഡോട്ടഡ് ടെർമിനൽ എങ്കിൽ അത് പോസിറ്റീവ് ആയിരിക്കും. സപ്പോസ് ഫോർ എക്സാമ്പിൾ ഇവിടെയാണ് ഡോട്ടഡ് ടെർമിനൽ എങ്കിൽ അതാണ് പോസിറ്റീവ് ടെർമിനൽ ആവും. ഒരു വൈൻഡിങ്ങിന്റെ ഒരു സൈഡിൽ മാത്രമേ അറ്റ് എ ടൈം ഡോട്ടഡ് ടെർമിനൽ ഉണ്ടാവും. അത് ഏത് സൈഡിലാണോ അവിടെ പോസിറ്റീവ് ആയിരിക്കും. നേരെ ഉൾട്ട ഇതേപോലെ തന്നെ വരാം. ഇവിടെ ഡോട്ടഡ് ടെർമിനലും ഇവിടെ ഡോട്ടഡ് ടെർമിനൽ ആയിട്ടുള്ള കോമ്പിനേഷൻസ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഓക്കെ, അത്രയും ആലോചിച്ചാൽ മതി. ഈ ഡോട്ടഡ് ടെർമിനൽ പോസിറ്റീവ് ആണെങ്കിൽ അവിടെയും പോസിറ്റീവ് ആയിരിക്കുന്നത് നിങ്ങൾ ആലോചിച്ച് വെച്ചാൽ മതി. ഓക്കെ, അടുത്ത ഡയഗ്രാം ഡിസ്കസ് ചെയ്യാനുള്ള ടൈം നമുക്ക് കിട്ടില്ല. ഓക്കെ, ഇത്രയും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എനിക്ക് തോന്നുന്നു മുഹമ്മദ് ജസീം അയാൾ ക്ലാസ്സിൽ വന്നിട്ട് പോയി തോന്നുന്നു അല്ലേ? ജസ്റ്റ് ഇടയിലൊന്ന് വന്നിട്ട് മുഖം കാണിച്ച് പോയിട്ടുണ്ടായിരുന്നു. കുറേ ക്ലാസ്സിൽ ആബ്സെൻ്റ് ആയിട്ട് വരുന്നുണ്ട്. അശ്വിത 2 ക്ലാസ്സിൽ ആബ്സെൻ്റ് ആയിട്ട് വരുന്നുണ്ടല്ലോ. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? എന്തായിരുന്നു സാർ? കഴിഞ്ഞ 2 ക്ലാസ്സിൽ ഇയാൾ ഉണ്ടായിരുന്നോ? ബക്ക് കൺവെർട്ടറും ബൂസ്റ്റ് കൺവെർട്ടറും എടുക്കുന്ന സമയത്ത്? ഞാൻ ഫ്രൈഡേ ഇല്ലായിരുന്നു. ഓക്കെ, ഫ്രൈഡേ. അതേപോലെ എനിക്ക് വെനസ്ഡേയും ഇയാളുടെ അറ്റൻഡൻസ് കിട്ടിയിട്ടില്ല. വെനസ്ഡേ ഞാൻ ഉണ്ടായിരുന്നു, ഫ്രൈഡേ ഉണ്ടായിട്ടില്ല. ഓക്കെ, എന്തെങ്കിലും എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി കുറച്ച് ടൈമും കൂടെ നമുക്കുണ്ട്. അപ്പോൾ നമ്മളിപ്പം ഡിസ്കസ് ചെയ്യാം നമുക്ക് കുറച്ചും കൂടെ. അതായത് എവിടെയൊക്കെയാണ് ഈ ബക്ക് കൺവെർട്ടറും ബൂസ്റ്റ് കൺവെർട്ടറും ബക്ക് ബൂസ്റ്റ് കൺവെർട്ടറും ഒക്കെ യൂസ് ചെയ്യേണ്ടത്? അപ്പോൾ ഈ ബക്ക് കൺവെർട്ടർ എന്ന് പറയുമ്പം ഇപ്പം നമുക്കൊരു ഹലോ 1140 അല്ലേ? 1140 ആയിരുന്നു. ഓ സോറി. ഓക്കെ, ഞാൻ വെച്ച 1150 ആണ്. സോറി. ഓക്കെ, ക്ലാസ് എന്ത് ചെയ്യാം? താങ്ക് യു എല്ലാവർക്കും. ക്ലാസ് ഞാൻ അറിയാണ്ട് എടുത്തു പോയത്. ഓക്കെ.